ഒരൊറ്റ ഒരു കോമ്പറ്റീഷൻ കാണാൻ പോയി, അതിൽ നിന്നുമുള്ളൊരു സംഭവത്തിൽ നിന്ന് മാത്രമാണോ ഇതിലേക്കൊക്കെ എത്തിയത്? 2020 എൻ്റെ മാരേജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു 2 വർഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഭയങ്കര ഒരു വല്ലാത്ത ആ 2 വർഷം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയ ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്യുന്നത്. ഞാൻ മാരീഡ് ആണെന്നുള്ള കാര്യം ഒരുവിധപ്പെട്ട ആർക്കും അറിയത്തില്ല. കാരണം അത് ഞാൻ അങ്ങനെ റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് എൻ്റെ ജിമ്മിലുള്ള കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ വേറെ ആർക്കും അറിയില്ല. കാരണം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ പോയൊരു സമയമായിരുന്നു അത്. ആൾ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് തോന്നുന്നു ഉറങ്ങാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ടോർച്ചർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരീരത്തിന് മോശമാണെന്ന് അറിഞ്ഞിരിക്കവേ എന്തായിരിക്കും വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നത്? എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ ലാസ്റ്റ് നടന്ന കോമ്പറ്റീഷന് ഞാൻ ഇട്ടത് തന്നെ ബിക്കിനിയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു കോൺഫിഡൻസ് അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടൊരു കുട്ടിയാണ്. ഒരു 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 70 ആയി. നമുക്ക് എത്ര നേരം വർക്കൗട്ട് ചെയ്തു? ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ? അയ്യോ, വർക്കൗട്ടിൻ്റെ കാര്യം ഒന്നും ചോദിക്കരുത്. എനിക്ക് ആലോചിക്കുമ്പോൾ തല ഇറങ്ങും. ഇപ്പോൾ അതൊരു വല്ലാത്ത ജേണിയായിരുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബിഹൈൻഡ് ദ സക്സസിലേക്ക് സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഒരാൾ നമുക്ക് പലവർക്കും വളരെയധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പലപ്പോഴും മടിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റില്ലേ, അങ്ങനെ മാറ്റാതെ വളരെ നിശ്ചയദാർഢ്യത്തോടെ വേണം എന്ന് ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത രാധിക NPC മിസ് കേരള 2026 നമ്മളുടെ ഒപ്പം ഇന്ന് ബിഹൈൻഡ് ദ സക്സസിൽ ജോയിൻ ചെയ്യുന്നു. ഹായ് രാധിക. ഹലോ, സുഖമായിട്ടിരിക്കുന്നോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. രാധിക, ഇത് ഈ ഒരു ജേർണിയിലേക്ക് എത്തിയത് എന്ന് പറയണത്, അതായത് ബോഡി ബിൽഡിങ്ങിലേക്ക് രാധിക എത്തിയതും മിസ് കേരള NPC മിസ് കേരള എന്നുള്ള ടൈറ്റിൽ വാങ്ങിയതും ആ ഒരു ജേർണി എത്ര നാളുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിലേക്ക്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ വർഷമാണ്. 5ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. 22-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരു കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടിവേഷൻ എന്നല്ല, അതിലുപരി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് നമുക്ക് ബോഡി ബിൽഡിങ്ങിൽ തന്നെ. അപ്പോൾ അതിൽ അതായത് ഇങ്ങനെ വയ്യാത്ത ആൾക്കാരായിരിക്കും അതിനകത്ത് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആക്സിഡൻറ്റിൽ ഒരു ചേട്ടൻ്റെ കാല് ഫുള്ളായിട്ട് പോയി, ഒരു കാലേ ഉള്ളൂ. അപ്പോൾ ആൾ വന്നിട്ട് കോമ്പറ്റീഷൻ ചെയ്യുക. കണ്ടീഷൻ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എൻ്റെ കോച്ചിൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോച്ച് ഹരി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്, എൻ്റെ ജിമ്മിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്നെയും കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചു. അപ്പോൾ ആ ചിരിക്കുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ സമയത്ത് 100+ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നോക്കുന്നത് എന്താ, ഓക്കെ നല്ല ഷെഡഡ് ആയിട്ട് നല്ല ലീൻ ആയിരിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടൊരു കുട്ടിയാണ്. അപ്പം ചേട്ടൻ ഒരു ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അന്ന് എനിക്ക് തോന്നണ 120 above ഉണ്ട് എനിക്ക് വെയിറ്റ്. അതായത് 2022. അതെ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ ചിരി. അപ്പോൾ ചേട്ടൻ വിചാരിച്ചു ഒരു കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പോയതല്ലേ, ചിലപ്പോൾ അതിൻ്റെ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഓക്കെ ശരി ചേട്ടാ പറ്റൂലേ എന്ന് ചോദിച്ചു. പറഞ്ഞു നീ വർക്ക് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതിയെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാനൊരു ബോക്സിംഗ് പ്ലെയർ ആയിരുന്നു. ബോക്സിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഷോൾഡറിന് ഇഞ്ചുറി വന്നിട്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഹരിചേട്ടനെ കാണുന്നതും ചേട്ടനുമായിട്ട് ഇങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി. പതിയെ വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പം വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് മനസ്സിലായി, ഓക്കെ ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയണതാണ്, മോട്ടിവേഷൻ അടിച്ചില്ല. അപ്പോൾ ചേട്ടന് ഞാൻ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, പക്ഷെ ഞാൻ ഈ ക്രീം ബണ്ണിന് ഭയങ്കര അഡിക്റ്റാണ്. ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പോൾ ഒരു ദിവസം എത്ര എണ്ണം? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ക്രീം ബണ്ണ് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഒരുമിച്ച് കുറേ ഇരുന്ന് കഴിക്കുമായിരുന്നോ, അതോ ഒരു ദിവസം പലതവണയായിട്ട്? ഇപ്പം 3 എണ്ണത്തിൽ ക്വാണ്ടിറ്റി കുറയാതെ ഞാൻ എന്തായാലും കഴിക്കും, ഉറപ്പായിട്ട്. അപ്പം അതും എക്സ്പെഷ്യലി സുപ്രീമിലെ ക്രീം ബണ്ണ് എനിക്ക് സാധാരണ എല്ലാവരും പറയണത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ തലകറങ്ങുന്ന, ഞാൻ അത് കണ്ടിന്യൂസ്ലി ഇരുന്ന് കഴിക്കും. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്രീം ബണ്ണ് കഴിക്കുന്ന ആദ്യം നിർത്ത്, എന്നിട്ട് എൻ്റെ അടുത്ത് ഡയറ്റ് കഴിക്കും. ഞാൻ ഡയറ്റ് തരാന്നുണ്ട്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നു. അപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 70 ആയി.
വാവ്, 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് 70 ആയി. 50 കിലോ കുറയേ. അപ്പം ഇത് എനിക്ക് തന്നെ സംശയമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എത്ര നേരം വർക്ക്ഔട്ട് ചെയ്തു? ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ? അയ്യോ വർക്കൗട്ടിന്റെ കാര്യം ഒന്നും ചോദിക്കരുത്, എനിക്ക് ആലോചിക്കുമ്പോൾ തല ഇറങ്ങും. ഇപ്പോൾ അതൊരു വല്ലാത്ത ജേണി ആയിരുന്നു. ഒരു മോർ ദാൻ 2 hours ഒക്കെ ഡെയിലി ചെയ്തിട്ടുണ്ടാവണം അല്ലേ? 2 hours വളരെ കുറവാണ്. അതായത് രാവിലെ ഞാനൊരു 3:45 ആകുമ്പോൾ ഉറക്കം എഴുന്നേക്കും. എന്നിട്ട് ഒരു 4:50 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ജിമ്മിൽ പോകും. എന്നിട്ട് 1 hour കാർഡിയോ ഉണ്ടാവും. 5:15 ആകുമ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷായി ഞാൻ ഡ്യൂട്ടിക്ക് കയറും. അത് കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ എൻ്റെ അടുത്ത വർക്കൗട്ട് സെഷൻ. ഓ, ഇടയിലിടയിൽ ചെയ്യുമായിരുന്നു വിട്ട്. അപ്പൊ ഇങ്ങനെ എനിക്ക് അത് രാവിലെ കാർഡിയോ, അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഇത്ര മീലാണ് നമ്മളിങ്ങനെ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെയല്ല. അപ്പൊ ആ ഒരു മീലെന്ന് പറയുന്നത് ഇപ്പൊ എൻ്റെ അടുത്ത് പറയാണ് മോർണിംഗ് ഇപ്പൊ ഇത്ര എഗ്ഗ് അല്ലെങ്കിൽ ഇത്ര ഗ്രാം ഓട്സ്. അപ്പൊ ഞാനിങ്ങനെ അതനുസരിച്ച് പോകുമ്പോഴത്തേക്ക് എൻ്റെ ബോഡിയിൽ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം വെയിറ്റ് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൊള്ളാം, നല്ല രസമുണ്ട്. എന്നാലും അത് എന്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്. 120 നിന്ന് 70 കിലോ വരുമ്പോഴത്തേക്ക് ആള് തന്നെ മാറിപ്പോവാണ്. എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ അത്ഭുതപ്പെടും, ഇത് ഞാൻ തന്നെയാണോ? കാരണം നമ്മൾ ജിമ്മിന്റെ മിററിൽ പോയിട്ട് നമ്മളെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അത്ഭുതമാണ്, ഇത് ഞാൻ തന്നെയാണോ? ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ണമുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. ഇനി സാരി ഉടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരു കാരണവശാലും ഇത് നടക്കത്തില്ല. കാരണം എനിക്കൊരു ബുദ്ധിമുട്ടാണ്, എന്ത് വിചാരിക്കും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമുക്ക് കോൺഫിഡൻസ് കൂടും ഓട്ടോമാറ്റിക്കലി. ഉറപ്പായിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ലാസ്റ്റ് നടന്ന കോമ്പറ്റീഷന് ഞാൻ ഇട്ടത് തന്നെ ബിക്കിനിയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു കോൺഫിഡൻസ്, അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ സ്റ്റേജിൽ ഞാനിപ്പം ആ സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും പാടില്ല, കുഴപ്പമില്ല, സ്റ്റേജിലൊന്നും എനിക്ക് കയറാൻ പറ്റിയല്ലോ, പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ. അതെ, അത് മതിയെന്ന് മാത്രമായിരുന്നു എനിക്ക് സ്റ്റേജിൽ കയറണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 4 വർഷം മുമ്പ് 2022 ഒരാളുടെ പെർഫോമൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ട് മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം അല്ലേ, അത് 4 കൊല്ലത്തിൽ രാധിക വളരെ ഈസി ആയിട്ട് ഭയങ്കര അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. അതുകൊണ്ട് 4 yearsൽ അത് നേടിയെടുത്തു. പക്ഷേ ബോഡി ബിൽഡിങ്ങിൽ നമ്മുടെ ഈ നാട്ടിൽ പുറത്തൊക്കെ കുറേ ഉണ്ട്, ഒരുപാട് പേര് ആക്റ്റീവായിട്ട് മെയിലും ഫീമെയിലും ഈക്വലി ഇൻവോൾവ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം ലേഡീസിന്റെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഒരുപാട് അങ്ങനെ കാണാറില്ല. അവിടെ ബോഡി ബിൽഡിംഗ് ആ ഒരു കോമ്പറ്റീഷന്റെ സമയത്തായിക്കോട്ടെ, ആ ഒരു പ്രോസസ്സിൽ ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ, ലേഡി എന്നുള്ള രീതിയിൽ എന്തൊക്കെയാ സ്ട്രഗിൾസോ ചാലഞ്ചസോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പം ഓരോ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. ആ അസോസിയേഷനിൽ ഒരുപാട് കോമ്പറ്റീഷൻ അവർ നടത്തുന്നുമുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാരണം, ഈ ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള പ്രശ്നങ്ങളും പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പം നമ്മൾ അഫ്കോഴ്സ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ആരുടെ അടുത്തും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊരു നാച്ചുറൽ ബോഡി ബിൽഡർ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു എന്താ പറയുക ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു IFBB പ്രോ കാർഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു വേൾഡ് പോവുക, അങ്ങനെ ഒരു ഡ്രീമിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എനിക്ക് അതിന് സപ്പോർട്ട് ഈ എന്താ പറയുക വേണ്ടി വരും, അതായത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് വേണ്ടി വരും. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ബോഡി ബിൽഡിങ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത് ചെയ്യരുതെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു 10 വട്ടമെങ്കിലും ആലോചിച്ചിട്ടേ അതിൽ കൈവയ്ക്കാവുള്ളൂ എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചോദിച്ചല്ലോ ആൺകുട്ടികളെയും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം. ഞാനിങ്ങനെ ഒരു കോമ്പറ്റീഷന് അവർ പ്രൈസ് മണി അനൗൺസ് ചെയ്തു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ജെൻസ് കാറ്റഗറിയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു 2 lakhs എന്തോ സംതിങ് വരുന്നുണ്ട്. ലേഡീസിൻ്റെ കാറ്റഗറിയിൽ 30,000. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി, എനിക്ക് എന്തോ അത് വല്ലാതെ ക്ലിയറായി. അപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് അതിൻ്റെ തന്നെ മെയിൻ ആൾ എന്ത് ധൈര്യത്തിലാന്ന് പോലും എനിക്കറിയില്ല, കാരണം നാളെ ഞാൻ അസോസിയേഷനിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു അതെന്താ, ചെന്നിട്ടില്ല, കോൾ വിളിച്ചിട്ട് എന്താണ് അങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് അത്ര സ്ട്രഗിൾ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെഡിസിൻസ് വരുന്നില്ല, നിങ്ങൾക്ക് അത്രയും ആഹാരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നോർമലി എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഡയറ്റല്ലേ, നിങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ടെന്നൊക്കെയാണ്. പക്ഷേ നമുക്കാണ് ഏറ്റവും പ്രശ്നം, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം എന്തെടുത്താലും നമുക്ക് അത്ര എക്സ്പെൻസീവാണ്. ഇപ്പം നോർമലായിട്ട് കഴിക്കുന്ന പോലെ നമുക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റില്ല, എഗ്ഗ്,
ചിക്കൻ, വെജിറ്റബിൾസിൽ തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ചില സാധനം ബ്രൊക്കോളി, പിന്നെ ബീൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പറയും ലെറ്റ്യൂസ് ഉണ്ടല്ലോ അത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഇതൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പം ഇത് അവർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയണ എന്താ, ആ ഒരു കമ്പാരിസൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അതേപോലെ തന്നെ ഈ NPCയുടെ കോമ്പറ്റീഷൻ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാറ്റഗറി ടൈറ്റിൽ അടിക്കുന്ന ആൾക്കാർക്ക് 10,000 ആണ് അവർ കൊടുക്കുന്നത്. അതായത് 1 വർഷം അല്ല 2 വർഷം ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, കൈയും കണക്കുമില്ല നമ്മൾ ഈ കൊടുക്കുന്ന ഇതിന്. പക്ഷെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, നമ്മൾ ആ പൈസ മുടക്കിയാലും നമുക്ക് ഇതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. സീരിയസ്ലി ഞാനിപ്പം അത്ലറ്റിക്സ് ചെയ്തിട്ടുണ്ട്, ബോക്സിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും കിട്ടാത്ത എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അതെ, എനിക്ക് ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രെയിനറാണ്. അപ്പം ക്ലയൻസ് ഉണ്ട്, PT ക്ലയൻസ്, അതായത് പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് പേയ്മെൻറ്റ് വരുന്നത്, ഇതിനെല്ലാം ഞാൻ കൊടുക്കുന്നത് ഫുള്ളും ബോഡി ബിൽഡിങ്ങിനാണ്. സത്യം ഇതുവരെ ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഞാൻ ഫുള്ളും കൊടുക്കുന്നത് ബോഡി ബിൽഡിങ്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ സന്തോഷം, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അതിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പം ഈ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നേരത്തെയും ഇതുപോലെ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ശരിക്കും ശരീരത്തിന് നല്ലതല്ല. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മളെ മോശപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിന്. പക്ഷേ ആഗ്രഹം കൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ എന്തോ ഒരു സംഭവം നമ്മൾ അതിലേക്ക് അട്രാക്ട് ചെയ്യാണ്. അതിനു വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പലരെയും എനിക്കറിയാം. രാധിക ഇനി പോവോ? ഉറപ്പായിട്ടും പോവും. ഞാൻ എൻ്റെ അടുത്ത് ഇത് ശരീരത്തിന് മോശമാണെന്ന് അറിഞ്ഞിരിക്കവേ എന്തായിരിക്കും വീണ്ടും വീണ്ടും പോവാൻ തോന്നുന്നത്? ഞാൻ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ, എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. നാളെ നമ്മൾ എനിക്കറിയില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് റിഗ്രറ്റ് അടിക്കാൻ താല്പര്യമില്ല. എനിക്കിപ്പോൾ എന്താണോ ഞാൻ സത്യം പറഞ്ഞാൽ നാളത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് എങ്ങനെ ബെറ്റർ ആയിട്ട് അതിനെക്കുറിച്ചാണ് പോകുന്നത്. ഞാൻ ചിന്തിച്ചിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ, അയ്യോ നാളത്തേക്ക് ഇനി എന്ത് ചെയ്യും. ഞാൻ ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പം എന്താണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ. പിന്നെ ഈ ബോഡി ബിൽഡിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കോച്ചിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം ഞാൻ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പറഞ്ഞില്ല, ട്രാൻസ്ഫോർമേഷൻ ജേണി. എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ജയിച്ചത് ഹരി എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടൻ എൻ്റെ ജിമ്മിൻ്റെ ഓണറും കൂടെ. അപ്പം പുള്ളിക്കാരൻ അത് ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. എന്താണ് പരിപാടി, മുന്നോട്ടേക്ക് പോവുകയാണോ അതെയോ ഈ ഒരു കോമ്പറ്റീഷൻ കൊണ്ട് നിർത്തുകയാണോ, എന്താ പരിപാടി? അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്ക് അപ്പോഴത്തേക്ക് ഇത് രസം പിടിച്ചു തുടങ്ങി. കൊള്ളാം, ആ സ്റ്റേജിൽ കയറും. മറ്റേത് അങ്ങനെയല്ല, ബോക്സിങ്ങിൻ്റെ കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ടെൻഷൻ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും എൻ്റെ കംപ്ലീറ്റ് എനർജി പോകും. പക്ഷെ ഇതല്ല, ഇത് എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോ തവണ ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എക്സൈറ്റ്മെൻറ്റ്. എന്നാൽ ലാസ്റ്റ് ആ കോമ്പറ്റീഷൻ്റെ ലാസ്റ്റ് ആ 7 days എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ വെറുത്തു പോകും. കാരണം വെള്ളം ഉണ്ടാവില്ല, നേരത്തെ ഫുഡ് ഉണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ബോക്സിങ്ങിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് എന്ത് വേണേലും കഴിക്കാം. കറക്റ്റ് ആ വെയിറ്റ് മാത്രം കാണിച്ചാൽ മതി. ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കോച്ചിൻ്റെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്നും അറിയില്ലാത്ത ഒരാളുടെ കൂടെ ചെയ്യുന്നതും അതല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോഴും ഒരാളുടെ സപ്പോർട്ട് കിട്ടി ചെയ്യുമ്പോഴത്തേക്കും അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഈ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ബ്ലഡ് വർക്ക് ചെയ്യും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രശ്നം? സാധാരണഗതിയിൽ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് EGFRൻ്റെ ലെവൽ അത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം നോക്കിക്കഴിഞ്ഞപ്പം ഭയങ്കര നോർമലാണ്. അത് ഞാൻ എന്നും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇപ്രാവശ്യം ഒറ്റ കുഴപ്പമില്ലല്ലോ, ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം അത്രയ്ക്കും ക്ലീൻ ആയിട്ടാണ് ഇപ്രാവശ്യം പോയത്. അപ്പം നമ്മൾ മെഡിസിൻസ് മാത്രമല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉറക്കം. അതായത് ഈ കോമ്പറ്റീഷൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ ഇട്ട പോലെയാണെന്നാണ് എൻ്റെ അടുത്ത് പറയുക. പക്ഷെ എൻ്റെ കോച്ച് കുറച്ചും കൂടെ എന്നെ പുറത്തേക്കൊക്കെ വിടുമായിരുന്നു കേട്ടോ. ഹരിച്ചേട്ടൻ അങ്ങനെയല്ല, ഹരിച്ചേട്ടൻ എന്നെ പിടിച്ചു വെക്കുമായിരുന്നു. പ്ലാനിങ്ങിനോട് കൂടി വേണം ലൈഫ് പോവാൻ. എൻ്റെ അടുത്ത് ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി ഞാനിങ്ങനെ ഒരു കോച്ചിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്ക് അങ്ങ് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ കോച്ച് എന്നെ ചീത്ത വിളിക്കുന്നു, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണു. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അല്ലത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിർത്തുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ദേഷ്യം വരും. കാരണം അവർക്ക് എന്തെങ്കിലും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഈ ആള് ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ
ഇത്രത്തെ എത്തിക്കാൻ പറ്റും എന്നൊരു പ്ലാനിലായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഇതെന്തായാലും ബോഡി ബിൽഡിങ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കോച്ചിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ കോച്ച്, ഇപ്പോഴത്തെ കോച്ച് എന്ന് പറയുന്നത് കൊച്ചിക്കാരനാണ്, പക്ഷേ സെറ്റിൽ ചെയ്തേക്കുന്ന അബുദാബിയിലാണ്. റോബിൻ എന്നാണ് പേര്. അപ്പോൾ ഞാൻ എപ്പോഴും കോച്ചിൻ്റെ അടുത്തിട്ട് ചെന്നിട്ട് പറയും, കോച്ച് എനിക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നീ വർക്കൗട്ട് ചെയ്യും, നീ ഡയറ്റ് എടുക്ക്, അല്ലെങ്കിൽ നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. അത് ട്രസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. ഇപ്പം എന്നാൽ എനിക്ക് ആവശ്യത്തിൽ ഫുഡ് തരും. എനിക്ക് തോന്നുന്നു ഹരിചേട്ടൻ എനിക്കൊരു 4 മീൽ കൂടുതലൊന്നും തരത്തില്ല. അതും അതിൻ്റെ അകത്ത് കാർബ് വളരെ കുറവാണ്. എനിക്ക് ചോറ് വേണം, ഓട്സോ ചോറോ എന്തെങ്കിലും, പക്ഷെ അത് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കോച്ചിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ഓഫ് സീസൺ ചെയ്ത സമയത്ത് 8 മീൽ എന്തോ തന്നു. എനിക്ക് കഴിക്കാൻ പറ്റണില്ല, മറ്റേ 4 ഞാൻ സ്റ്റക്കാണ്, അപ്പം കഴിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീക്ക്ലി ഒക്കെ ചീറ്റ് മീലൊക്കെ തരാൻ തുടങ്ങി. മറ്റേത് ഹരിചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി ഇന്ന് കാല് പിടിക്കണം, ഒരെണ്ണം തരുമോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. രാധിക ഈ പറഞ്ഞൊരു ജേണി ഇതിലേക്കൊക്കെ എത്തിയത് ഒരു കോമ്പറ്റീഷൻ കാണാൻ പോയി, അവിടെ നിന്നും കിട്ടിയ അതിൽ നിന്നുമുള്ളൊരു സംഭവത്തിൽ നിന്ന് മാത്രമാണോ ഇത്രയും? ഒരിക്കലും അല്ല. അതിന് മുന്നേ ഒരു റീസൺ ഉണ്ട്. കാരണം 2020 എൻ്റെ മാരേജ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു 2 വർഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഭയങ്കര ഒരു വല്ലാത്ത ആ 2 വർഷം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയ ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കാണുന്നതും ജിമ്മിൽ പോകുന്നതും. അതെ, ജിമ്മിൽ ജോയിൻ ചെയ്തു. ഞാൻ അവിടെ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ലേഡി ക്ലയൻറ്റിൻ്റെ കൂടെ പോയതാണ്. ആളൊരു കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പോയതാണ്. സംഭവം ഈ ഞാൻ മാരീഡ് ആണെന്നുള്ള കാര്യം ഒരുവിധപ്പെട്ട ആർക്കും അറിയത്തില്ല. കാരണം അത് ഞാൻ അങ്ങനെ റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് എൻ്റെ ജിമ്മിലുള്ള കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ വേറെ ആർക്കും അറിയില്ല. കാരണം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ പോയൊരു സമയമായിരുന്നു അത്. ആൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ, അനിയത്തി, അമ്മമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കാര്യമെങ്കിലും സെറ്റ് ആവില്ല. അമ്മ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അമ്മയ്ക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ച ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അപ്പം ഞാൻ അപ്പോഴും എൻ്റെ കാര്യം നോക്കുന്നു, ഇപ്പോഴും ഞാൻ എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്നു. ആൾ കുറച്ച് പ്രശ്നമായിരുന്നു, വഴക്കും ബഹളവും, എനിക്ക് തോന്നുന്നു ഉറങ്ങാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ടോർച്ചർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലി വേണം, അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ഇതേപോലെ ഈ ഹരിചേട്ടൻ കോൺടാക്ട് ചെയ്യുന്നത്. ജിമ്മ് പുതിയത് തുടങ്ങിയിരിക്കുന്നു, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പം ഞാൻ അങ്ങനെ വന്ന് ജോയിൻ ചെയ്യുന്നു. ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോൾ രാധിക്ക് ഇപ്പോൾ ഒരു തൃപ്തി, ഭയങ്കര സന്തോഷവും. ചെറിയൊരു സന്തോഷക്കുറവ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സഹോദരൻ ഒരു 5 വർഷമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കില്ല. ഞാൻ അച്ഛനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ വെച്ചാൽ ആളുടെ കൂടെ ആൾ പറയാതെ കേൾക്കാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ല. പിന്നെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു വലിയ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഓക്കെ എൻ്റെ മോളാണതെന്നെങ്കിലും ഒന്ന് പറയും രാധിക, ഇത് മാത്രമേ ഉള്ളൂ. അത് വരും. ഈ ഇന്റർവ്യൂ എങ്കിലും അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് രാധികയുടെ ഇഷ്ടങ്ങളും കൂടെ, രാധികയുടെ മനസ്സും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ അച്ഛൻ്റെ സ്ഥാനത്തുള്ള വ്യക്തിയല്ലേ നിങ്ങൾ മനസ്സിലാക്കില്ല, പിന്നെ നിങ്ങളുടെ കുട്ടീനെ വേറെ ആരും മനസ്സിലാക്കാനാ? ശരിയാവും രാധിക, ആ ആഗ്രഹവും ഉടനെ തന്നെ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. രാധികയ്ക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല ടൈറ്റിൽസ്, ആഗ്രഹിക്കുന്ന പോലത്തെ സൂപ്പർ ടൈറ്റിൽസ് എത്തിച്ചേരട്ടെ എന്നും വിഷ് ചെയ്യുന്നു. താങ്ക് യു കേട്ടോ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.